എല്ലാവർക്കും ജിറാസ് കൊമേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി Bcom 4th സെമസ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൂടെ നമ്മൾ ഇന്ന് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് വിച്ച് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ, അക്യുമുലേഷൻ, അസൈൻമെൻറ്റ് ആൻഡ് കൺട്രോൾ കോസ്റ്റ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അസൈൻ ചെയ്യാനും അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നതും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റോർ റിക്വസിഷൻ. എ സ്റ്റോർ റിക്വസിഷൻ ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് മെയ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ or department within an organization to obtain specific items or material from inventory or stores. അതായത് ഇൻവെൻട്രിയിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോർസിൽ നിന്ന് ഒരു സ്പെസിഫിക് ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ കൊടുക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റോർ റിക്വസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഇതോടനുബന്ധിച്ച് സ്റ്റോക്ക് ലെഡ്ജർ എന്താണെന്ന് പഠിക്കണം. Next is cost center. It is the smallest organizational subunit for which separate cost collection is attempted. അതായത് ഒരു സ്ഥാപനത്തിലെ റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്ന എല്ലാ സബ് യൂണിറ്റ്സിനെയും എല്ലാ യൂണിറ്റ്സിനെയും കോസ്റ്റ് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് അവരൊന്നും റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇവരൊക്കെ ഒരു സെപ്പറേറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. Next is idle time. Idle time is the unproductive period when resources such as employees or machinery are not engaged in any work or production activities. Idle ആയിട്ട് ഇരിക്കുക എന്ന് കേട്ടിട്ടില്ല. അതേപോലെ എംപ്ലോയീസോ അല്ലെങ്കിൽ മെഷീനറിയോ വർക്ക് ചെയ്യാത്ത പ്രൊഡക്റ്റീവ് ആയിട്ടല്ലാത്ത ടൈമിനെയാണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെമി വേരിയബിൾ ഓവർഹെഡ്. ഇറ്റ് ഈസ് എ കോസ്റ്റ് കമ്പോസ്ഡ് ഓഫ് മിക്സ്ചർ ഓഫ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസ്. അതായത് ഫിക്സഡ് ഓവർഹെഡിൻ്റെയും വേരിയബിൾ ഓവർഹെഡിൻ്റെയും ഒരു മിക്സ്ചറാണ് സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഒരു തവണ സെമി വേരിയബിൾ ഓവർഹെഡാണ് ചോദിച്ചത്. മേ ബി ദിസ് ടൈം ഫിക്സഡ് ഓവർഹെഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേരിയബിൾ ഓവർഹെഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്? ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് റിഗാർഡ്ലെസ് ഓഫ് വോളിയം ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ തവണയും നമുക്ക് വരുന്ന ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റെൻ്റൊക്കെ ഒരു ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റാണ്. അതേപോലെ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ്റെ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിസിറ്റി, അതായത് നമ്മൾ കൂടുതൽ തവണ മെഷീൻ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രിസിറ്റി ചാർജും കൂടും. അതൊരു വേരിയബിൾ ഓവർഹെഡാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെയും മിക്സാണ്, ഫിക്സഡിൻ്റെയും വേരിയബിൾ ഓവർഹെഡിൻ്റെയും മിക്സാണ്. ഫോർ എക്സാമ്പിൾ മെയിൻ്റനൻസ് കോസ്റ്റ് വരും. ഒരു മെഷീന് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ അതിനെന്തെങ്കിലും റിപ്പയറിങ് വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാർട്ട് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് രണ്ടിൻ്റെയും മിക്സാണ്. അതിനെയാണ് സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. Next is machine cost. Machine cost refers to the expenses incurred in acquiring, operating and maintaining machinery or equipment used in production process within a business. അതായത് ഒരു സ്ഥാപനത്തിലെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ് വാങ്ങുന്നതും അതിൻ്റെ ഓപ്പറേഷൻ്റെയും അതിൻ്റെ മെയിൻ്റനൻസിൻ്റെയും ഒക്കെ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് മെഷീൻ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എസ്കലേഷൻ ക്ലോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ അലൗസ് ഫോർ എൻ ഓട്ടോമാറ്റിക് ഇൻക്രീസ് ഇൻ ദ വേജസ് ഓർ പ്രൈസസ്. അതായത് ഒരു കോൺട്രാക്റ്റിലെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനെയാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ചില കോൺട്രാക്റ്റുകളിൽ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആവാം, അല്ലെങ്കിൽ 2 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആവും. അത് ചില സമയങ്ങളിൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു വർഷത്തിന് ശേഷം പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് 10% കൂടുന്നതായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വെക്കുന്ന ഒരു ക്ലോസിനെയാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാസ്റ്റർ ബഡ്ജറ്റ് ആണ്. ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ഓൾ ബഡ്ജറ്റ്സ്. ഇറ്റ് സമ്മറൈസസ് സെയിൽസ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫിനാൻസ്, ലേബർ എക്സെട്ര. അതായത് എല്ലാ ബഡ്ജറ്റ്സിൻ്റെയും ഒരു സമ്മറിയാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മേ ബി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് സെയിൽസ് ബഡ്ജറ്റ് എന്തായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ടേംസ് കൂടെ പഠിക്കാൻ ശ്രദ്ധിക്കുക.
Next is attainable standard. An attainable standard is a performance target or goal that can be realistically achieved given the available resources, skills and circumstances. അതായത് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് വേർഡ് മീൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് റിയലിസ്റ്റിക്കലി അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗോളും അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ടാർഗറ്റിനെയാണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Next is retention money. The unpaid balance of work certified or the amount held back or retained by the contractor is known as retention money. അതായത് ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒരു പെർസെൻറ്റേജ് ഓഫ് മണി അവരുടെ കയ്യിൽ തന്നെ പേ ചെയ്യാതെ വെക്കുന്ന ഒരു സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന എമൗണ്ടിനെയാണ് റിട്ടൻഷൻ മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് നോഷണൽ പ്രോഫിറ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നോഷണൽ പ്രോഫിറ്റ് റെഫേഴ്സ് ടു എ തിയററ്റിക്കൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ പ്രോഫിറ്റ് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ അക്കൗണ്ടിംഗ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസസ് ബട്ട് വിച്ച് മെ നോട്ട് റിഫ്ലക്ട് ദി ആക്ച്വൽ പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ എ കമ്പനി. അതായത് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിപ്പോർട്ടിംഗ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു തിയററ്റിക്കൽ പ്രോഫിറ്റിനെയാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് മേ ബി കമ്പനി ഏൺ ചെയ്യുന്ന ഒരു ആക്ച്വൽ പ്രോഫിറ്റുമായിട്ട് ചിലപ്പോൾ ഒരു എക്സാക്റ്റ് ആക്ച്വൽ പ്രോഫിറ്റ് ആയിരിക്കണമെന്നില്ല. നെക്സ്റ്റ് ഈസ് അബ്നോർമൽ ഗെയിൻ ആണ്. ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓവർ നോർമൽ ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് അബ്നോർമൽ ഇഫക്റ്റീവ്. അതായത് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റൽ ഗെയിൻ ആണ്. സാധാരണ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ഔട്ട്പുട്ട് അപ്രതീക്ഷിതമായി ലഭിക്കുന്നതിനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്ക്രാപ്പ് ആണ്. സ്ക്രാപ്പ് റെഫേഴ്സ് ടു എനി മെറ്റീരിയൽ ഓർ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദി മാനുഫാക്ചറിംഗ് പ്രോസസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് യൂസ്ബിൾ ഓർ സെയിലബിൾ ഡ്യൂ ടു ഡിഫക്ട്സ്, ഡാമേജ് ഓർ അതർ ക്വാളിറ്റി ഇഷ്യൂസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അതിൻ്റെ ഡിഫക്റ്റ് കാരണമോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള മറ്റു വരുന്നതോ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂസ് കാരണമോ യൂസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ പ്രൊഡക്ട്സിനെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസിനെയുമാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഉപയോഗിക്കാൻ സാധിക്കാത്ത പ്രൊഡക്ഷനിൽ വരുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന മെറ്റീരിയൽസിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ. വാട്ട് ഈസ് EOQ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിന് ചോദിക്കാം അല്ലെങ്കിൽ ഷോർട്ട് എസ്സേയിൽ പ്രോബ്ലംസ് ആയിട്ടും ഇത് വരാറുണ്ട്. ഫൈൻഡ് ഔട്ട് EOQ എന്നുള്ളത്. അപ്പോൾ EOQ ഓൾവേസ് ഇമ്പോർട്ടൻ്റ് ആണ്. EOQ മീൻസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഒരു തവണ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള ഇനഫ് സ്റ്റോക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ ഒറ്റ തവണ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി. ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയാണ്, പക്ഷേ ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യുകയും വേണം, എന്നാൽ സ്റ്റോക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന തരത്തിൽ ഉണ്ടാവുകയും വേണം. ആ ഒരു തരത്തിൽ ഒറ്റ തവണ ഓർഡർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് EOQ പോലെ തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ നോൺ വേജ് ബെനിഫിറ്റ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ എംപ്ലോയേഴ്സ് ടു ദെയർ എംപ്ലോയീസ് ഇൻ അഡീഷൻ ടു ദെയർ റെഗുലർ വേജസ് ഓർ സാലറി. അതായത് സാലറി അവരുടെ സാധാരണ വേജസിനോടൊപ്പം തന്നെ എംപ്ലോയീസിന് കൊടുക്കുന്ന നോൺ വേജ് ബെനിഫിറ്റിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അതിന് എക്സാമ്പിളാണ് ഇൻഷുറൻസ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ മറ്റ് ഡിസ്കൗണ്ടുകൾ, മറ്റ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ്. ഇതൊക്കെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് ഷീറ്റ് ആണ്. കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് വേരിയസ് കമ്പോണൻസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരീഡ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കോസ്റ്റും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാവിധ കോസ്റ്റുകളെയും ഒരുമിച്ച് പറയുന്നതാണ് പ്രൊഡക്റ്റ് കോസ്റ്റ്. ദീസ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ട്രേസബിൾ ടു ദി പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോസ്റ്റുകളെയും പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയും. പീരീഡ് കോസ്റ്റ്, ദീസ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ എ പീരീഡ് ആൻഡ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. ഒരു കാലയളവിൽ ചിലവായിട്ടുള്ള എല്ലാ കോസ്റ്റുകളെയാണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മസ്റ്റർ റോൾ മെത്തേഡ്. ഡിഫൈൻ മസ്റ്റർ റോൾ മെത്തേഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് മസ്റ്റർ റോൾ മെത്തേഡ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറ്റൻഡൻസ് രജിസ്റ്റർ ഓർ മസ്റ്റർ റോൾ മെത്തേഡ് റെക്കോർഡ് ദി ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാച്ചർ ബൈ എ ടൈം റെക്കോർഡിംഗ് സ്റ്റാഫ് ഓർ ബൈ പുട്ടിംഗ് സിഗ്നേച്ചർ ബൈ ദി വർക്കേഴ്സ് ദംസെൽവ്സ്. അതായത് എംപ്ലോയീസ് സ്വമേധയാ അല്ലെങ്കിൽ ഒരു ടൈം റെക്കോർഡിംഗ് സ്റ്റാഫ് മുഖേന
അവർ വരുന്ന ടൈമും പോകുന്ന ടൈമും നോട്ട് ചെയ്യുന്ന ഒരു റെക്കോർഡിനെയാണ് അറ്റൻഡൻസ് രജിസ്റ്റർ, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് മസ്റ്റർ റോൾ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓൺ കോസ്റ്റ്. ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദി ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻക്വേർഡ് ഇൻ ദി ഫാക്ടറി, ഓഫീസ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഫാക്ടറിയും ഓഫീസും സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻക്വയർ ചെയ്യുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകളെയാണ് ഓവർ ഹെഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്ലെക്സിബിൾ ബജറ്റാണ്. അതൊരു ടൈപ്പ് ഓഫ് ബജറ്റാണ്. മേ ബി നെക്സ്റ്റ് ടൈം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബജറ്റ് ആയിരിക്കും ചോദിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്ലെക്സിബിൾ ബജറ്റാണ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ബജറ്റ്. ഇറ്റ് ഗിവ്സ് ഡിഫറെൻറ്റ് ബജറ്റ് കോസ്റ്റ് ഫോർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്കും ഡിഫറെൻറ്റ് ബജറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഫ്ലെക്സിബിൾ ബജറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇറ്റ് ഈസ് ദി അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിലും അത് ആ കോൺട്രാക്റ്റ് ഫിനിഷ് ആയിട്ടില്ല, അതിൽ വർക്ക് സർട്ടിഫൈ ചെയ്ത വർക്കും ഉണ്ടാവും, അൺസർട്ടിഫൈ ചെയ്ത വർക്കും ടോട്ടലാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബിൽ ഓഫ് മെറ്റീരിയൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്. എ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് എ സെൻട്രലൈസ്ഡ് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ യൂസ്ഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്. ഇറ്റ് മീൻസ് ദി അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് to both production and services department directly or an agreed ratio or proportion. ഓവർഹെഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക റേഷ്യോയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോബ് സ്പെസിഫിക്കേഷൻ ചോദിക്കാം, ജോബ് ഇവാലുവേഷൻ, അങ്ങനെ മറ്റ് ടേംസുകൾ കൂടെ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ പഠിക്കുക. ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദി സ്പെസിഫിക് ടാസ്ക്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ജോബ് ഓർ ടാസ്ക്. ഒരു പെർട്ടിക്കുലർ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അതിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് ടാസ്കുകൾ ഉള്ളത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഔട്ട്ലൈൻ ചെയ്യുന്ന, ഇതൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ it involves a detailed summary of activities required to complete the job, skills and qualifications required for the job, and any special requirements or constraints that may impact the job. ഇതെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനിൽ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ബേസിക് സ്റ്റാൻഡേർഡ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സം ബേസ് ഇയർ ആൻഡ് റിമെയിൻ ഇൻ യൂസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ബേസ് ഇയറിനെ വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റാൻഡേർഡിനാണ് ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അതേപോലെ തന്നെ ആയിരിക്കും. അതിനെയാണ് ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇറ്റ് ഈസ് ദി ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ സെയിൽസ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ ആഫ്റ്റർ ബ്രേക്ക് ഈവൺ പോയിന്റ് ഇൻ ദ ബ്രേക്ക് ഈവൺ ചാർട്ട്. ബ്രേക്ക് ഈവൺ ചാർട്ടിൽ ബ്രേക്ക് ഈവൺ പോയിന്റിന് ശേഷം ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. അതിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വേരിയൻസ്. It is the difference between standard cost and comparable actual cost incurred during a period. ഒരു കാലയളവിൽ ഒരു പീരീഡിൽ ആക്ച്വൽ കോസ്റ്റും അതേപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മെഷീൻ ഹവേഴ്സ് റേറ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് MHR. ഇറ്റ് സിംപ്ലി മീൻസ് കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മെഷീൻ പെർ ഹവർ. ഒരു മണിക്കൂറിൽ ഒരു മെഷീൻ റണ്ണ് ചെയ്യാനുള്ള എല്ലാ കോസ്റ്റിനെയും ആണ് മെഷീൻ ഹവേഴ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഹവർലി കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് ടു ഓപ്പറേറ്റ് എ പെർട്ടിക്കുലർ മെഷീൻസ്. ഇത്രയുമാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 2 മാർക്സിന് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ തവണ കോസ്റ്റ് സെൻറ്റർ ചോദിച്ചിട്ടുണ്ട്. അത് മേ ബി ദിസ് ടൈം പ്രോഫിറ്റ് സെൻറ്റർ എക്സ്പെക്ട് ചെയ്യാം. പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിസിനസ് യൂണിറ്റ് ഓർ സെഗ്മെൻറ്റ് ദാറ്റ് ജനറേറ്റ്സ് റവന്യൂസ് ആൻഡ് ഇൻക്വേഴ്സ് കോസ്റ്റ്. അതായത് റവന്യൂ ജനറേറ്റ് ചെയ്യുകയും അതേപോലെ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നതും യൂണിറ്റുകളെയാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യും. അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഒരു പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പർച്ചേസ് ഓർഡർ. വാട്ട് ഈസ് പർച്ചേസ് ഓർഡർ? നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സപ്ലയർക്ക് അയക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ബൈ എ ബയർ സെൻറ്റ് ടു എ സപ്ലയർ ഓർ വെൻഡർ ടു ഓതറൈസ് എ പർച്ചേസ്. Next is specific order costing. It is a method of costing applicable where the work consists of separate jobs of which is authorized by specific order.
സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഒരു സ്പെസിഫിക് ഓർഡർ ബൈ ഓതറൈസ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ജോബ്സിൻ്റെ എല്ലാം കോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫിക്സഡ് ഓവർ ഹെഡ്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് വേരി ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ആക്ടിവിറ്റീസ്. എത്ര പ്രൊഡക്ഷൻ കൂടിയാലും അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ കുറഞ്ഞാലും ഈ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഉദാഹരണത്തിന് റെൻറ്റ് ഓഫ് ദി ബിൽഡിംഗ്, അതൊക്കെ എല്ലാ വർഷവും അത് ഫിക്സഡ് ആയിരിക്കും. അതിനെയാണ് ഫിക്സഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ വേരിയബിൾ ഓവർ ഹെഡും ഡിസ്കസ് ചെയ്തു. ഇൻവെൻട്രി, എന്താണ് ഇൻവെൻട്രി? ഇറ്റ് ഈസ് ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ് ആസ് വെൽ ആസ് ദി ഗുഡ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ സെയിൽ. അതായത് റോ മെറ്റീരിയൽസും അതേപോലെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലേബർ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എഫേർട്ട് എക്സർട്ടഡ് ബൈ എംപ്ലോയീസ് ടു കൺവേർട്ട് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ് ആക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് ചെലുത്തുന്ന എല്ലാ എഫേർട്ടിനെയും ആണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്, പ്രൈം കോസ്റ്റ് ഇസ് ദ ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡിംഗ് റോ മെറ്റീരിയൽ ആൻഡ് ലേബർ. റോ മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ബിൻ കാർഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് കാർഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെക്കോർഡ് മെയിൻറ്റെയിൻ അണ്ടർ ദ പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ബൈ ദി സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഷോസ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ദി മെറ്റീരിയൽ റിസീവ്ഡ്, ഇഷ്യൂഡ് ആൻഡ് ബാലൻസ്. അതായത് ഒരു സ്റ്റോറിൽ എത്രത്തോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്, എത്ര മെറ്റീരിയൽ പുറത്തേക്ക് പോയിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട് എല്ലാം കാണിക്കുന്ന സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്ന, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു റെക്കോർഡിനെയാണ് ബിൻ കാർഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോർസ് ലെഡ്ജർ ആണ്. ഇറ്റ് ഈസ് എ ലെഡ്ജർ വിച്ച് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഫോർ ദി പ്രൈസിംഗ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ആൻഡ് ദി മണി വാല്യൂ അറ്റ് എനി ടൈം ഓഫ് ഈച്ച് ഐറ്റംസ് ഓഫ് സ്റ്റോർസ്. ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽസിൻ്റെ ഒക്കെ പ്രൈസിങ്ങിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും അതേപോലെ തന്നെ സ്റ്റോറിലുള്ള ഓരോ ഐറ്റത്തിൻ്റെയും മണി വാല്യൂയെ കുറിച്ചൊക്കെ തരുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്ന ലെഡ്ജറാണ് സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത്. പിന്നെ ABC അനാലിസിസ് ഉണ്ട്, VED അനാലിസിസ് ഉണ്ട്. ഇതൊക്കെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ABC അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക് ദാറ്റ് ഡിറ്റർമിൻ വാല്യൂ ഓഫ് ഇൻവെൻട്രി ഐറ്റംസ് ബേസ്ഡ് ഓൺ ദെയർ ഇമ്പോർട്ടൻസ് ടു ബിസിനസ്. അതായത് ബിസിനസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ബേസിൽ ഇൻവെൻട്രി ഐറ്റംസിനെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ABC അനാലിസിസ്. VED അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക് ദാറ്റ് ക്ലാസിഫൈസ് ഇൻവെൻട്രി ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫംഗ്ഷണൽ ഇമ്പോർട്ടൻസ്. ഇവിടെ ഫംഗ്ഷണൽ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവെൻട്രി ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് ABC അനാലിസിസും VED അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് JIT, just in time. It is an inventory management method whereby labor, material and goods are scheduled to arrive exactly when needed in the manufacturing process. അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രം ആ ഒരു എക്സാക്ട് സമയത്ത് മാത്രം അറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്ന ലേബർ, മെറ്റീരിയൽ, ഗുഡ്സിനൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ജസ്റ്റ് ഇൻ ടൈം. ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് മെത്തേഡാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഇനി ടൈം വേജ് സിസ്റ്റം, പ്രൈസ് വേജ് സിസ്റ്റം, ഹാസ്ലി പ്രീമിയം പ്ലാൻ, ഇതൊക്കെ ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് ദ വർക്കേഴ്സ് ഈസ് പെയ്ഡ് അറ്റ് ആൻ ഹവർലി, ഡെയിലി, വീക്ക്ലി ഓർ മന്ത്ലി റേറ്റ്. അല്ലെങ്കിൽ ഓരോ മണിക്കൂറിന് അല്ലെങ്കിൽ ഡെയിലി ഇത്ര പേയ്മെൻറ്റ് തരും എന്നുള്ള രീതിയിലുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ടൈം വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പീസ് റേറ്റ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റ് ഫിക്സഡ് റേറ്റ് ഈസ് പെയ്ഡ് ഫോർ ഈച്ച് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ജോബ് കംപ്ലീറ്റഡ് ഓർ ആൻ ഓപ്പറേഷൻ പെർഫോംഡ്. അതായത് ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇത്ര ചാർജ് നൽകുന്നതായിരിക്കും. അതിനെയാണ് പീസ് റേറ്റ്. പീസിനെ ബേസ് ചെയ്തുകൊണ്ട് വേജ് കൊടുക്കുന്നതിനാണ് പീസ് റേറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഹാൽസി പ്രീമിയം പ്ലാൻ. ഇത് പ്രോബ്ലമും ചോദിക്കാൻ സാധ്യതയുള്ളൊരു മെത്തേഡാണ് ഹാൽസി പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ വർക്കർ ഈസ് ഗിവൺ വേജസ് ഫോർ ആക്ച്വൽ ടൈം ടേക്കൺ ആൻഡ് ബോണസ് ഈക്വൽ ടു ഹാഫ് ഓഫ് വേജസ് ഫോർ ടൈം സേവ്ഡ്. ഈ ഒരു സിസ്റ്റം പ്രകാരം ആക്ച്വൽ ടൈം ടേക്കണിനുള്ള ഒരു വേജസ് നൽകുന്നതോടൊപ്പം തന്നെ എത്ര ടൈം സേവ് ചെയ്തു അതിനുള്ള വേജസിൻ്റെ ഒരു ഹാഫ് ബോണസ് ആയിട്ട് കൂടെ ഈ ഒരു പ്ലാൻ പ്രകാരം ഹാൽസി പ്രീമിയം പ്ലാൻ പ്രകാരം നൽകുന്നതായിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ച 2 മാർക്സ് കൂടാതെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതെന്തായാലും പഠിക്കുക. അതോടൊപ്പം തന്നെ ഇതോടെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് കൂടെ തീർച്ചയായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.